ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഞങ്ങൾ ഈ എൻ്റെ വീടും 18 സെൻറ്റും, പിന്നെ സെക്കൻഡ് പ്രൈസ് ബുള്ളറ്റ്, അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം സ്ഥാനക്കാർക്ക് 10 സ്മാർട്ട് ഫോണാണ് കൊടുക്കുന്നത്. നറുക്കെടുപ്പെന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് ഒരു ടിക്കറ്റ്. 1500 രൂപ വെച്ചിട്ടുള്ള സഹായമാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അത് സഹായിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങളിത് ഒരിക്കലും കൊടുക്കാൻ വെച്ച വീടല്ല, ഞങ്ങൾ താമസിക്കാൻ വേണ്ടി വെച്ച വീടാണ്. ഞങ്ങളെ ഗതികേട് കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. ഈ ഒരു ബാധ്യതകളൊക്കെ തീർന്ന് അല്പം മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അവർ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എടുക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾ സഹായിക്കുന്നു. നമസ്കാരം. ഒരു ഉമ്മ തൻ്റെ കൈവശമുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളിപ്പോൾ ആ ഉമ്മയോടൊപ്പം ചേരുകയാണ്. ആ ഉമ്മയുടെ പേരെന്താണ്? എൻ്റെ പേര് നദീറ ബീവി. ഉമ്മ ഈ വസ്തു വകകളൊക്കെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ നഷ്ടപ്പെടുത്താൻ കാരണം? നഷ്ടപ്പെടുത്തുന്നതല്ല, ഞങ്ങൾ ഒരാളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കാ കൊടുക്കുന്നത്? ഇത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അതായത് ഞങ്ങൾ ഇത് വീടും വസ്തുവും വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ച് ഒരു 50-100 പേരൊന്നുമല്ല വന്ന് കണ്ടിട്ട് പോയത്. എല്ലാവരും വരാം പിന്നെ എടുക്കാമെന്ന് പറയുന്നതല്ലാതെ ആരും വന്ന് എടുക്കുന്നില്ല. അവസാനമാണ് ഈ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ വീടും വസ്തു എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചുണ്ടാക്കിയൊരു വീടും വസ്തു അതെന്താണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താണ്? ഞങ്ങളിത് ഒരിക്കലും കൊടുക്കാൻ വെച്ച വീടല്ല, ഞങ്ങൾ താമസിക്കാൻ വേണ്ടി വെച്ച വീടാണ്. ഞങ്ങളെ ഗതികേട് കൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. ഞങ്ങൾ കൊടുക്കുന്ന തന്നെ അർഹതപ്പെട്ടവർക്ക് ഈ വീടും 18 സെൻറ്റ് വസ്തുവാണ് കൊടുക്കുന്നത്. ഗതികേട് കൊണ്ട് കൊടുക്കുന്നത് എന്ത് ജീവിതത്തിൽ എന്ത് അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടായത്? അതായത് എൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിത് ലോൺ വെച്ച് അത് ലോൺ എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിൽക്കുകയായിരുന്നു ചെയ്തത്. പുള്ളി അടയ്ക്കാമെന്ന് പറഞ്ഞ് ഇരുന്നപ്പോഴത്തേക്ക് പുള്ളി അവിടെ നിന്ന് കയറ്റി വിട്ടു. അപ്പോഴത്തേക്ക് ആ അടവ് മുടങ്ങി. അതായത് ജോലി നഷ്ടപ്പെട്ടത് കാരണം പിന്നീട് ഇതിന് തിരിച്ചടവ് മുടങ്ങി. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ജോലി ചെയ്ത് അടയ്ക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. അവർ ഒരു കടയിൽ, ഒരു ബേക്കറിയിൽ അവർ നിൽക്കുകയാണ് കൂലിക്ക്. പിന്നെ ഞങ്ങളെ കൊണ്ട് പിന്നെ അടയ്ക്കാൻ നിവർത്തിയില്ലായിരുന്നു. ഇപ്പോൾ ഈ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ലോൺ എടുത്തത്? ഇപ്പോൾ ബാങ്കിൽ എത്ര എമൗണ്ട് ആയി? എന്താണ് ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഏതുവരെയാണ്? അതായത് ഞങ്ങളെടുത്ത 12.5 ലക്ഷം ഇപ്പം 27 ലക്ഷം ആയി കിടക്കുകയാണ്. 27 ലക്ഷം. അപ്പം ഞങ്ങൾക്കത് എങ്ങനെയെങ്കിലും തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിലെ കടമല്ലാതെ നിങ്ങൾക്ക് മറ്റു രീതിയിലുള്ള ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. വേറെ കുറച്ച് കടങ്ങളുണ്ട്. വേറെ ഒരു വസ്തുവും ലോൺ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ പിന്നീട് എവിടെ താമസിക്കും? ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വാടകയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ ഉള്ള ഒരു വീടും വസ്തുവൊക്കെയാണ്. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ മറ്റൊരാളിന് കൈമാറ്റം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അല്ല? ഞങ്ങൾ അതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കടം എല്ലാം തീരും. പിന്നെ വന്നിട്ടുള്ളത് പിന്നെ ഇതെല്ലാം സുതാര്യമായി തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ ഭർത്താവ് അവിടെ ഗൾഫിൽ നിന്ന സമയത്തായിരുന്നു ഇത് ലോൺ എടുത്തേ മകളെ കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്ത് അപ്പം പുള്ളി അവിടെ നിന്ന് അടച്ചുകൊണ്ട് പോവാമെന്ന് കരുതിയാണല്ലോ, അമ്മക്ക് ഒരു ധാരണ ഉണ്ടായിട്ടാണല്ലോ, അടയ്ക്കാമെന്ന് പറഞ്ഞൊരു ധാരണ ഉണ്ടായിട്ടാണല്ലോ ഞങ്ങൾ ഇതിനോട്ട് ഇറങ്ങി തുനിഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു. ഇപ്പം ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ വന്നു. അപ്പോൾ അടുത്തത് ഈ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കൊരു സഹായം എന്നുള്ള രീതിയിലാണല്ലോ ഈ ഒരു പരിപാടി നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങളെ സഹായിക്കുക? എത്ര രൂപയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? ഇത് എപ്പോഴാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടത്തുന്നത്? നറുക്കെടുപ്പ് നടത്തുന്നത് അടുത്ത മാസം 25-ാം തീയതിയാണ് നറുക്കെടുപ്പ് പറഞ്ഞിട്ടുള്ളത്. ജൂൺ 25. പിന്നെ വന്നിട്ട് ഞങ്ങൾ ഈ അർഹതപ്പെട്ടവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഞങ്ങൾ ഈ എൻ്റെ വീടും 18 സെൻറ്റും, പിന്നെ സെക്കൻഡ് പ്രൈസ് ബുള്ളറ്റ്, അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം സ്ഥാനക്കാർക്ക് 10 സ്മാർട്ട് ഫോണാണ് കൊടുക്കുന്നത്. പുതിയ ഫോണാണ് കൊടുക്കുന്നത്. 10 പേർക്ക് കൊടുക്കുന്നുണ്ട്. നറുക്കെടുപ്പെന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് ഒരു ടിക്കറ്റ്. അത് ഇപ്പം
എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എല്ലാവർക്കും കാണാം. ഇതിൽ പിന്നീട് നിങ്ങൾ തന്നെയാണോ ഇങ്ങനെ ഒരു ആശയം കണ്ടെത്തിയതും നടപ്പിലാക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? എനിക്ക് മക്കൾ എന്നോട് പറഞ്ഞ് ഭർത്താവിൻ്റെയും അനുവാദത്തോടു കൂടി, മക്കളെ എല്ലാവരും അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ. നിങ്ങളുടെ മക്കളും ചേർന്ന് തന്നെയാണ് ഈ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്? അതെ അതെ. ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് ബാധ്യത? കല്ലമ്പലം സഹകരണ ബാങ്കിൽ 28 ലക്ഷം രൂപയോളം. 27 ലക്ഷം. പിന്നെ വന്നിട്ട് പിന്നെ വേറെ 10 എങ്ങനെയായാലും 40 ലക്ഷം രൂപ എനിക്ക് കടക്കറിയാ ഞാൻ. അപ്പൊ മറ്റ് ഒരു മാർഗങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഉമ്മ ഇത്തരം ഒരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് വന്നതെന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ഇത് നിങ്ങളെ സഹായിക്കണമെന്നും ആരുമില്ലേ? സഹായിക്കാൻ ആരുമില്ല. ഉണ്ടെങ്കിൽ പോലും ആരും തരത്തില്ല. തരാത്ത അവസ്ഥ. വലിയ എമൗണ്ട് ഒക്കെ ആയതുകൊണ്ട് അതെ. ഒരുപക്ഷെ ഇവര് മറ്റു നിവൃത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചതും അവരും അവരുടെ കുടുംബവും ചേർന്ന് ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിനിടയിൽ ഈ വാർത്ത കാണുന്ന ഏതെങ്കിലും പ്രേക്ഷകർക്ക് നന്മയുള്ള ഒരുപാട് മനസ്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ആരെങ്കിലുമൊക്കെ ഇവരെ ഇത്തരം ഒരു അവസ്ഥയിലോട്ട് വിടാതെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കട്ടെ അല്ലേ? അതെ അതെ. ഇത് കാണുന്നവരെല്ലാവരും ഓരോ ടിക്കറ്റ് കൂപ്പൺ എടുത്ത് എന്നെ സഹായിക്കണം. അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ ഈ വീടും വസ്തുവും കൊടുക്കുന്നതാണ്. പറഞ്ഞ എല്ലാം, അതായത് ബുള്ളറ്റായാലും ഫോണായാലും എല്ലാം അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുക്കും. മറ്റൊന്ന്, ഈ ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കുന്ന ഈ വീടിൽ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി എന്തൊക്കെയാ ഉള്ളത്? അതായത് 18 സെന്റും വീടുമാണ്. അപ്പം റൂഫൊക്കെ അടിച്ചിട്ടുണ്ട്. 3 ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, സ്റ്റോറ്, വർക്ക് ഏരിയ, കാർ ഷെഡ്, എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്കൂള്, പള്ളി, എല്ലാത്തിനും സൗകര്യമാണ്. ഞങ്ങൾ ഒരിക്കലും ഇത് കൊടുക്കാൻ വെച്ച വീടല്ല. ഞങ്ങൾ അവസ്ഥ കൊണ്ട് കിടക്കുന്നതാണ്. വാഹന സൗകര്യം എല്ലാത്തിനും സൗകര്യമുണ്ട്. എല്ലാ സൗകര്യമുണ്ട്. ഒരിക്കലും ഞങ്ങളിത് കൊടുക്കാൻ വെച്ചതല്ല. അതായത് കല്ലമ്പലം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ദേശീയപാതയിൽ കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഏകദേശം 2-2.5 കിലോമീറ്റർ മാറിയിട്ട് കുടവൂർ കോണം എന്ന് പറഞ്ഞ സ്ഥലം, കുടവൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു 18 സെന്റും ഈ ഒരു വീടും ഇവർ ഇത്തരം ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർ അർഹതപ്പെട്ട ഒരാളിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരെ സഹായിക്കാനായിട്ട് 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണോ കൊടുക്കുന്നത് അത്ര ആളുകളിൽ നിന്ന് അവർ നറുക്കെടുത്ത് ഒരാളിന് ഈ 18 സെന്റ് വീടും സ്ഥലവും കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. അതായത് അത് കൂടാതെ തന്നെ 2ാം സമ്മാനമായിട്ടൊരു ബുള്ളറ്റ് ബൈക്ക്, ഇവരുടെ മകൻ തന്നെ ഉപയോഗിച്ചൊരു ബുള്ളറ്റ് ബൈക്കും, പിന്നീട് ഒരു 10 പേർക്ക് സ്മാർട്ട് ഫോണും സമ്മാനമായി നൽകുമെന്നാണ് അവർ പറയുന്നത്. ഇവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കല്ലമ്പലം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഇവർ ലോൺ എടുത്തിരുന്നു, മകളുടെ വിവാഹ ആവശ്യത്തിനായി ലോൺ എടുത്തിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇവരുടെ ഭർത്താവിന് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആ ലോൺ തിരിച്ചടവ് മുടങ്ങുകയും മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇവിടെ എത്തി അദ്ദേഹം ജോലിക്കായിട്ടൊക്കെ ശ്രമിച്ചു. അദ്ദേഹം ഇപ്പോൾ ഒരു ചായക്കടയിൽ ചെറിയൊരു ജോലിക്ക്, അതായത് അന്നുള്ള ചെലവ് പോലും നടത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അവർ കഴിയുകയാണ്. ഈ വീട് നിലവിൽ ബാങ്ക് ജപ്തി നടപടികൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ താമസിക്കാൻ കഴിയാതെ ഇവരിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവരെ സഹായിക്കാൻ, അതായത് ഈ ഒരു ഉമ്മ സ്വാഭാവികമായിട്ടും അവർ വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന, അവരിപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഈ ചാനലിന് മുന്നിലും ചാനൽ ക്യാമറയ്ക്ക് മുന്നിലും ഒക്കെ വന്ന് സംസാരിക്കാനുള്ള സാഹചര്യം. അവർ മാനസികമായി അതിലൊക്കെ വലിയ വിഷമത്തിലാണ്. എന്നിരുന്നാലും ഇവരെ ഒന്ന് സഹായിക്കാൻ, ഇത് കാണുന്ന നന്മയുള്ള മനസ്സുകൾ ഇവരുടെ ഈ ഒരു പദ്ധതിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം അവർ ആ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് സുതാര്യമായിട്ട് തന്നെയാണല്ലോ ഇതിന് നറുക്കെടുപ്പൊക്കെ നടക്കുന്നത്. അതെ അതെ. ഞങ്ങൾക്ക് എങ്ങനെയാലും കടം തീർന്ന് മനസ്സിന് സമാധാനം കിട്ടിയാൽ മതി, അത്ര. ഏതായാലും ഈ ഒരു പദ്ധതിയിലൂടെ ഇവർ ഈ വീട് നൽകി കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു താമസിക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. എന്നാലും അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ബാധ്യതകളൊക്കെ തീർന്ന് അല്പം മനസ്സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അവർ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് ഇവരെ സഹായിക്കാൻ ഉമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ എല്ലാവർക്കും ചിലപ്പം ഒരു 1500 എന്നൊരു കൂപ്പൺ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ എന്ത് സഹായമാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം അങ്ങനെ എടുക്കാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം. ഏതായാലും നദീറ ഉമ്മയുടെ ഈ ഒരു
പദ്ധതിയിൽ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർ 1500 രൂപ വെച്ചിട്ടുള്ള സഹായമാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അത് സഹായിക്കാൻ പറ്റാത്തവർ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഇവരെ സഹായിക്കുന്ന ഈ ഒരു പദ്ധതിയിൽ പരമാവധി എല്ലാവരും ഒന്ന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി അവരെ സഹായിക്കാൻ ഒന്ന് ഇടപെടണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രേംജിത്ത് കല്ലുവാതക്കളിനോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.